ഹായ് ഓൾ, വെൽക്കം ടു ദ സെഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ട്രെയിനിങ് ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഒരു ഇൻട്രൊഡക്ടറി പോലെയാണ് പോകുന്നത്. എന്താണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു ഇനീഷ്യൽ ലെവലിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്? അപ്പോൾ ഇപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്നവരിൽ ടെക്നിക്കൽ സെഷൻ, അതായത് ടെക്നിക്കൽ ആസ്പെക്ട്സ് അറിയുന്നവരുണ്ടാവാം, നോൺ ടെക്നിക്കൽ ഫീൽഡിൽ പഠിച്ചവരോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരോ ഒക്കെ ഉണ്ടാവാം അല്ലേ. സോ ഇപ്പം നോൺ ടെക്നിക്കൽ ആയാൽ പോലും അവർക്ക് എന്താണ് ഒരു ടെസ്റ്റിംഗ് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്താണെന്ന് പഠിക്കാൻ ഈസി ആയിരിക്കും. നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പറയുന്നതിന് മുന്നേ പറയേണ്ട കാര്യമാണ് എന്താണ് ടെസ്റ്റിംഗ് അല്ലേ. നമ്മൾ ബേസിക് ഒരു ഇംഗ്ലീഷ് വേർഡിൽ ടെസ്റ്റിംഗ് എന്ന് മീൻ ചെയ്യുന്നത് എന്താണ്? ടെസ്റ്റ് ചെയ്യുക അല്ലേ. നമ്മളൊരു വസ്തുവിനെ എന്തെങ്കിലും നമ്മുടെ കയ്യിലുള്ളൊരു വസ്തുവിനെ ആയാൽ പോലും നമ്മൾ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്? അതിനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? യൂസ് ചെയ്ത് നോക്കും അല്ലേ. അതിനെ ഒന്ന് നോക്കിയിട്ടോ അല്ലെങ്കിൽ അതിനെ ഒന്ന് റൺ ചെയ്യിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ അതിനെ വർക്ക് ചെയ്യിപ്പിച്ചിട്ടോ ഒക്കെ നമ്മൾ നോക്കും അല്ല. വർക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അതിനെ ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് നോക്കും. എന്തെങ്കിലും അപാകതകളുണ്ടോ, ഡാമേജ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും അല്ലേ. അങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി അവിടെ വേറെ ഒന്നും കൂടി നമ്മൾ നോക്കുന്നുണ്ട്. അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു സംഭവം ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിൽ വർക്ക് ചെയ്തിട്ട് വരുന്ന സമയത്ത്, അത് വർക്ക് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയായിരിക്കണം എന്ന് നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. ആ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന നോർമൽ യൂസർ എന്ന ഒരു പെർസ്പെക്റ്റീവിൽ നമുക്ക് എന്താണ് ആ ഒരു പ്രോഡക്റ്റിൻ്റെ മുകളിൽ കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും അല്ലേ. എനിക്ക് എൻ്റെ കയ്യിലൊരു റിമോട്ട് കൺട്രോളിങ് എന്തെങ്കിലും ഒരു ടോയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? എനിക്ക് ആ റിമോട്ട് കൺട്രോൾ, അതായത് റിമോട്ട് യൂസ് ചെയ്തിട്ട് അതെന്ത് ചെയ്യാൻ പറ്റണം? അതിന് ഇപ്പം ഒരു കാറാണെങ്കിൽ അതിന് അത് മൂവ് ചെയ്യണം അല്ലേ. ഞാൻ അത് ഓൺ ചെയ്യുന്ന സമയത്ത്, ആ ഒരു റിമോട്ട് യൂസ് ചെയ്ത് അത് ഓൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു കാർ എന്ത് ചെയ്യണം? മൂവ് ചെയ്യണം. സോ അതാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു റിമോട്ട് യൂസ് ചെയ്തിട്ട് അതെന്താണ് ഓൺ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു കാറ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ നമ്മൾ അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കാം അല്ലേ. അപ്പോൾ അത് തന്നെയാണ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. ആ ഒരു എക്സ്പെക്റ്റേഷനുമായിട്ട് ആ ഒരു പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ കമ്പയർ ചെയ്യുക ചെയ്യുന്നത്. മേ ബി ഒരു സർവീസ് ആവാം, അല്ലെങ്കിൽ മേ ബി ഒരു പ്രോഡക്റ്റ് ആവാം. പ്രോഡക്റ്റിനെ തന്നെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ പ്രോഡക്റ്റ് കറക്റ്റ്ലി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലാണോ വർക്ക് ചെയ്യുന്നത് എന്നാണ് അവിടെ നമ്മൾ വിലയിരുത്തുന്നത്. സോ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒന്നുകിൽ ആ ഒരു പ്രോഡക്റ്റിനെ മൊത്തത്തിലൊന്ന് നോക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ തന്നെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് നോക്കുകയാണ് അല്ലേ. സോ വെരിഫൈയിങ് ആൻഡ് വാലിഡേറ്റിംഗ് എന്ന് പറയാം. ആ ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനെ അല്ല സോഫ്റ്റ്വെയർ സർവീസിനെ നമ്മൾ വെരിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ വാലിഡേറ്റ് ചെയ്യുകയോ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്താണെന്ന് അറിയണമെങ്കിൽ ടെസ്റ്റിംഗ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സോ വി ആർ വെരിഫൈയിങ് ആൻഡ് വാലിഡേറ്റിംഗ് ദാറ്റ് പ്രോസസ് ഓർ എ പ്രോഡക്റ്റ് അക്കോർഡിംഗ് ടു അവർ എക്സ്പെക്റ്റേഷൻസ്. അപ്പം നമ്മുടെ എക്സ്പെക്റ്റേഷൻസും കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ വിലയിരുത്തുന്നത്. സോ വിലയിരുത്തുന്ന സമയത്ത് എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ അതൊരു മിസ്റ്റേക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും അല്ലേ. അതുപോലുള്ള മിസ്റ്റേക്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റിംഗ് നടത്തുന്നത് അല്ലേ. കാരണം എന്തിനാണ് ഈ മിസ്റ്റേക്സിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? ആ ഒരു മിസ്റ്റേക്സ് കാരണം നമ്മുടെ യൂസർ എക്സ്പീരിയൻസിനെയാണ് അത് ബാധിക്കുന്നത് അല്ലേ. ഞാനിപ്പം നേരത്തെ പറഞ്ഞ ആ ഒരു റിമോട്ട് കൺട്രോളിങ് ഡിവൈസ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇതേപോലെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറയുകയാണല്ലേ. ഞാൻ സാറ്റിസ്ഫൈ ആവാതെ വരികയാണ്. എൻ്റെ യൂസർ എക്സ്പീരിയൻസിനെ അത് ബാധിക്കുകയാണ് ചെയ്യുന്നത്. സോ അതുപോലെ ഒരു യൂസർ എക്സ്പീരിയൻസിനെ ബാധിച്ച് കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിനും അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിളിന് അത് ബാധിക്കും. പ്രോഡക്റ്റ് നിലനിന്ന് പോകത്തില്ല അല്ലേ, മെയിൻറ്റെയിൻ ചെയ്ത് പോകത്തില്ല.
അതിൻ്റെ അവിടെ തീർന്നു. പിന്നെ യൂസർ അത് യൂസ് ചെയ്യത്തുമില്ല, അതിനെക്കുറിച്ചിട്ട് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ഒന്നും കിട്ടത്തുമില്ല. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിനൊരു വളർച്ചയുണ്ടാവില്ല. ആ പ്രോഡക്റ്റിനെ നിർമ്മിച്ച ആ ഒരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, അവർക്കും ഒരു നിലനിൽപ്പുണ്ടാവില്ല അല്ലേ, ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല, ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവില്ല. സോ ആ ഒരു ഗ്രോത്ത് ഉണ്ടാവാനും പ്രോഫിറ്റ് ഉണ്ടാവാനും ഒക്കെ ഒരു ഡെവലപ്പിംഗ് ആയിക്കോട്ടെ, ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് ആയിക്കോട്ടെ, അതിൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ക്രൂഷ്യൽ റോളാണ് വഹിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് ഡിഫറൻസ് സ്പോട്ട് ഓൺ ചെയ്യേണ്ട ഒരു ഫിഗറാണ്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ഫിഗർ ഉണ്ട്. അപ്പം നമ്മൾക്ക് ഒരു ഫിഗർ എന്ന് പറയുന്നത് നമ്മുടെ റെഫറൻസ് മെറ്റീരിയൽ ആണല്ലേ, അതായത് നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് ആണ്. ഈ ഫിഗർ പോലെ ആയിരിക്കണം മറ്റേ ഫിഗർ അല്ലേ. അപ്പം നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നത് ഈ ഒരു ഫസ്റ്റ് ഫിഗർ വെച്ചിട്ടാണ്, അല്ലെങ്കിൽ സെക്കൻഡ് ഫിഗർ വെച്ച്. ഇവിടെ ഈ ഒരു കേസിൽ സെക്കൻഡ് ഫിഗറാണ് നമ്മുടെ കമ്പയർ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. സോ സെക്കൻഡ് ഫിഗറിൽ ഉള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഫിഗറിൽ ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. സോ അവിടെ എന്തെങ്കിലും നമ്മൾ ഓരോ പശുവും നമ്മൾ ഓരോ സ്ഥലത്തും നമ്മൾ എന്ത് ചെയ്യും, ഇന്ന സംഭവം അവിടെ കാണുന്നുണ്ടോ, ഇപ്പുറത്തെ ഫിഗറിലുണ്ടോ എന്ന് നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. സോ നമ്മുടെ സെക്കൻഡ് സൈഡിലുള്ള റൈറ്റ് സൈഡിലുള്ള ഫിഗർ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻസ് ആണ്. ലെഫ്റ്റ് സൈഡിലുള്ള ഫിഗർ എന്ന് പറയുന്നത് ആക്ച്വൽ പ്രോഡക്റ്റ് ആണ്. സോ ആ ആക്ച്വൽ പ്രോഡക്റ്റിനെ എന്ത് വെച്ചിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്, എക്സ്പെക്റ്റേഷൻസ് വെച്ചിട്ട് വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് എവിടെ ഡിഫറൻസ് സ്പോട്ട് ഔൺ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഫസ്റ്റ് ഫിഗറിലുള്ള കാര്യങ്ങൾ സെക്കൻഡ് ഫിഗറിൽ ഇല്ലാതിരിക്കും. അപ്പോൾ ആ മിസ് ഔട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ടെത്താൻ പറ്റും. സോ അതാണ് ഈ ഫസ്റ്റ് ഫിഗറിൽ നമുക്ക് മിസ് ഔട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ ഡിഫറൻസ് സ്പോട്ട് ഓൺ ചെയ്യുന്ന സമയത്ത് ഇത്രയും ഡിഫറൻസ് അവിടെ ഫസ്റ്റ് ഫിഗറിൽ മിസ് ഔട്ടാണ്. സോ ഈ മിസ് ഔട്ടായ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ടെത്താൻ പറ്റും കമ്പാരിസൺ ചെയ്യുന്നതിലൂടെ. സോ ടെസ്റ്റിങ്ങിലും ഇതുപോലുള്ള കമ്പാരിസൺസ് ആണ് നമ്മൾ നടത്തുന്നത്. ബട്ട് ഇതുപോലെ മിസ് ഔട്ട് ആയത് മാത്രമല്ല നമ്മളവിടെ ചെയ്യുന്നത്. എന്തെങ്കിലും ഇപ്പം പ്രോഡക്റ്റ് വർക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ ആ വർക്കിംഗ് കറക്റ്റായിട്ട് നടക്കണം അല്ലേ, വർക്കിംഗ് കറക്റ്റായിട്ട് നടക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഒരു ആക്ഷൻ അങ്ങോട്ടേക്ക് കൊടുത്തു. ഞാൻ ഇപ്പോൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു വെബ്സൈറ്റിൽ കയറി, ഇപ്പം നമ്മൾ സോഫ്റ്റ്വെയർസ് ഒന്ന് ഡീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിൽ വരുന്ന ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് വെബ്സൈറ്റ്സ് ആയിരിക്കും. സോ വെബ്സൈറ്റിൽ എന്ന് പറയുന്നത് കുറേ എലമെൻറ്റ്സ് വരുന്നുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിലൊരു എലമെൻ്റാണ് ബട്ടൺ എന്ന് പറയുന്നത് അല്ലേ, ക്ലിക്കബിൾ ബട്ടൺസ്. സോ ആ ബട്ടൺ എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബട്ടൺ കറസ്പോണ്ടിങ് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി പെർഫോം ചെയ്യണം അല്ലേ. ഒന്നുകിൽ ഒരു പേജിലേക്ക് മാറിപ്പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വരുന്നതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും ഒരു പിക്ചർ ഡിസ്പ്ലേ ചെയ്യുന്നതാവാം. അങ്ങനെ പല ഫങ്ഷൻസ് ഒരു ബട്ടൺ പ്ലേ ചെയ്യും അല്ലേ. അപ്പോൾ ആ ഒരു ബട്ടണിന് പെർട്ടിക്കുലർലി ഒരു പർപ്പസ് ഉണ്ടാവും. സോ പർപ്പസ് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻഡ് യൂസർ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത്. സോ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ആ പെർഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത്. സോ അവിടെ അത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കും, ആ ഒരു ആക്ഷൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കും. ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് കറസ്പോണ്ടിങ് കിട്ടുന്ന ഔട്ട്പുട്ട്, വരുന്ന ആ ഒരു റിസൾട്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ തന്നെയാണോ അല്ലയോ എന്ന് വിലയിരുത്തുകയാണ് വേണ്ടത്. അഥവാ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ തന്നെ അത് വന്നിട്ടുണ്ടെങ്കിൽ, ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ വർക്ക് അവിടെ ഡൺ ആണെങ്കിൽ ഓക്കെ, നമുക്ക് നമ്മുടെ കേസിൽ അത് സാറ്റിസ്ഫൈഡ് ആണ്. അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലല്ല, ഓപ്പോസിറ്റായിട്ട് എന്തെങ്കിലും വരികയാണ്. ഇപ്പം ഞാൻ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തു, ആ ബട്ടൺ ഒരു പെർട്ടിക്കുലർ പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യേണ്ട ഒരു ബട്ടണാണ്. നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ പേജിലേക്ക് നമ്മൾ ആ യൂസർക്ക് കടക്കാൻ പറ്റണം അല്ലേ. അപ്പോൾ ആ ഒരു വേറൊരു പേജിലേക്ക് നീങ്ങുന്ന ഒരു ബട്ടണാണത്. അപ്പോൾ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് യൂസർ ഷുഡ് ബി ഏബിൾ ടു നാവിഗേറ്റ് ടു ദാറ്റ് പെർട്ടിക്കുലർ പേജ് അറ്റ് ദ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് അല്ലേ. അപ്പോൾ ആ ഒരു പേജിലേക്ക് നാവിഗേറ്റ് ആവണം എന്നുള്ളതാണ് എക്സ്പെക്റ്റേഷൻ. നേരെ മറിച്ച് ഞാൻ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്
വേറെ ഏതോ നാവിഗേഷൻ നടക്കുന്നുണ്ട്, ബട്ട് ഇറ്റ്സ് നോട്ട് ദ കറസ്പോണ്ടിങ് പേജ്. അതായത് ഞാൻ വിചാരിച്ച പേജിലേക്കല്ല നീങ്ങുന്നത്. സോ അതും എന്താണ്, നമുക്കൊരു തെറ്റായിട്ട് മിസ്റ്റേക്ക് ആയിട്ട് എടുക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെർഫോം ചെയ്യുന്നില്ല എന്ന് പറയുന്നതും ഒരു മിസ്റ്റേക്കാണ്. ഇനി പെർഫോം ചെയ്യുന്നത് തെറ്റായ വിധത്തിലാണെങ്കിൽ പോലും അതും എന്താണ്, ഒരു ഡിഫക്റ്റായിട്ട് പറയാം. സോ ഡിഫക്ട്സ് എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താണോ അത് അതേപടി നടക്കുമ്പോഴാണ് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അതെന്തായാലും ഒരു മിസ്റ്റേക്കാണ്, എന്തോ അവിടെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിലും നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. ഇനി ഈ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്താണ്, ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു. സോ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, സോഫ്റ്റ്വെയർസിനെയാണ് ഡീൽ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സോഫ്റ്റ്വെയർസ്? Softwares can be referred to as a set of instructions, programs, or data that a computer uses to perform specific task. അതായത് ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും, പിന്നെ അതിന് ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്രോഗ്രാമിംഗ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, പ്രോഗ്രാമിംഗ് സ്ട്രക്ചർ മാത്രം പോരാ, സ്ട്രക്ചർ എന്താണ്, ഇൻസ്ട്രക്ഷൻസ് അക്കോർഡിംഗ് ടു ഇൻസ്ട്രക്ഷൻസ് ആ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്കൊരു ഡാറ്റയോ ആക്ഷനോ കൊടുക്കണം ഇൻപുട്ടായിട്ട് അല്ലേ. അതായത് യൂസർ ആ ഒരു പ്രോഗ്രാമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം, അപ്പം മാത്രമാണ് ഒരു സ്പെസിഫിക് ടാസ്ക് പെർഫോം ആവുന്നത്. സോ ക്യാൻ ബി കോൾഡ് ആസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, പ്രോഗ്രാംസ് ഓർ ഡാറ്റ ദാറ്റ് എ കമ്പ്യൂട്ടർ യൂസസ് ടു പെർഫോം സ്പെസിഫിക് ടാസ്ക് ഫോർ ദ എൻഡ് യൂസർ അല്ലേ. ഒരു എൻഡ് യൂസർ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ യൂസർ, ആരാണോ ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്, ആ സോഫ്റ്റ്വെയറുമായിട്ട് ഡയറക്റ്റ്ലി ഇൻട്രാക്ട് ചെയ്യുന്നത്, അവരെയാണ് എൻഡ് യൂസർ എന്ന് പറയുന്നത്. സോ അതുപോലുള്ള എൻഡ് യൂസേഴ്സ് എന്താണ്, ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ക്രിയേറ്റ് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ഒരു പ്രോഗ്രാം സെറ്റപ്പ് ചെയ്ത് ഒരു ഡാറ്റയൊക്കെ ഇൻപുട്ട് ചെയ്ത് അല്ലെങ്കിൽ ആക്ഷനൊക്കെ ഇൻപുട്ട് ചെയ്ത് ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് പലതരത്തിൽ നമുക്ക് പറയാം, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പലതരത്തിൽ പറയാം. ഒന്ന് ഇൻടാഞ്ചിബിൾ ആണ് അല്ലേ, നമുക്ക് തൊടാനോ ഫിസിക്കലി ഹാൻഡിൽ ചെയ്യാനോ പറ്റത്തില്ല. സോ അതൊരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് സോഫ്റ്റ്വെയർസിനെ പറയാം. പിന്നെന്താണ്, കസ്റ്റമൈസബിൾ ആണ് അല്ലേ, നമുക്ക് എന്താണോ, ഇപ്പം ഞാനൊരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്തു, ആ ക്രിയേറ്റ് ചെയ്ത സോഫ്റ്റ്വെയറിൻ്റെ ഭാവിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് നമുക്ക് ചെയ്യാവുന്നതാണ് അല്ലേ. എന്തിൽ മാറ്റം വരുത്തിയാൽ മതി, എൻ്റെ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിൽ അല്ലെ പ്രോഗ്രാമിൽ അല്ലെ ഡാറ്റയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് വേറൊരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. പിന്നെന്താണ്, ഡൈനാമിക് ആണ്. അതായത് നമുക്ക് എന്താണ്, പലപ്പോഴും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കേണ്ടി വരും അല്ലേ. പലതും മാറുന്നുണ്ടാവും. സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പം പലതരത്തിലുണ്ട്. അതിന് പഠിക്കും എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് എന്നുള്ളത്. പലതരത്തിലുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്, അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും, കൂടുതൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ അതിന് ഡൈനാമിക് എന്നാണ് പറയുക സോഫ്റ്റ്വെയർസിന്. ഡൈനാമിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്സും സോഫ്റ്റ്വെയർസിനുണ്ട്. പിന്നെന്താണ്, എക്സിക്യൂഷൻ ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് ഇതുപോലെ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസും പ്രോഗ്രാംസും ഒക്കെയാണ് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ളതാണ് എന്നും കൂടി പറഞ്ഞു. ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ളതെങ്കിൽ പോലും കസ്റ്റമറിന്, അതായത് നോർമൽ യൂസർ, ഹ്യൂമൺ ആണല്ലേ, അപ്പം ഹ്യൂമൻസിന് ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ ടാഞ്ചിബിളായിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടായിരിക്കണം അല്ലേ. നമുക്ക് തൊടാനും അല്ലെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാനും പാകത്തിന് എന്തെങ്കിലും നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനെന്താണ്, അവിടെയാണ് ഹാർഡ്വെയർസിൻ്റെ യൂസ് വരുന്നത്. നമ്മുടെ കമ്പ്യൂട്ടർ അല്ലെ മൊബൈൽ ഫോൺ, ഇതൊക്കെ എന്താണ്, ഹാർഡ്വെയർസാണ്, ടാഞ്ചിബിൾ ആയിട്ടുള്ള ഡിവൈസസ് ആണ് അല്ലേ. അപ്പം ആ ടാഞ്ചിബിൾ ആയിട്ടുള്ള ഡിവൈസസ്, അതായത് ഹാർഡ്വെയർസ് എന്താണ്, റിക്വയർഡ് ആണ് ഇൻ ദി സോഫ്റ്റ്വെയർസ് ഡീൽ ചെയ്യുന്ന സമയത്ത്. അപ്പം എക്സിക്യൂഷൻ ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയും. അതായത് ഹാർഡ്വെയർസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് സോഫ്റ്റ്വെയർസ് വർക്ക് ചെയ്യുന്നത്. ഒരു ഹാർഡ്വെയർ വേണം അവിടെ. ഓക്കെ, അപ്പം എക്സിക്യൂഷൻ ഡിപ്പെൻഡൻ്റ് ആണെന്നും പറയാം സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞാൽ. ഇനി ഈ സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്,
നമുക്ക് പലതരത്തിൽ സോഫ്റ്റ്വെയർ പെട്ടെന്ന് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമുക്ക് വെബ്സൈറ്റ്സ് അല്ലെങ്കിൽ ഇപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷൻസ് ഇതൊക്കെയാണ് ഇത് മാത്രമാണ് സോഫ്റ്റ്വെയർസ് എന്ന് വിചാരിക്കും അല്ല. സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞാൽ ഒരു ഹോൾ കാറ്റഗറി തന്നെയുണ്ട് സോഫ്റ്റ്വെയർസിന്. ഫസ്റ്റ് വൺ സിസ്റ്റം സോഫ്റ്റ്വെയർ, പിന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, പിന്നെ വരുന്നത് പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് എടുക്കാം സിസ്റ്റം സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്ഡിങ് സോഫ്റ്റ്വെയർസ്, അതായത് ഇപ്പോൾ പറഞ്ഞു സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡഡ് ആണ്, ഹാർഡ്വെയർസിന് ഡിപ്പെൻഡഡ് ആണെന്ന് പറഞ്ഞു അല്ല. അപ്പം ഇൻ കേസ് ഇപ്പം ഹാർഡ്വെയർസിനല്ലാതെ വേറെ ഇതുപോലുള്ള ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ടെങ്കിലോ, അതായത് ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പം ലാപ്ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടല്ലേ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം അറിയായിരിക്കും, വിൻഡോസ്, മാക്ക്. ഇപ്പം മാക് ബുക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ മാക് OS ആണ് അവിടെ വരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമ്മുടെ ലിനക്സ്, ഉബുണ്ടു, ഇതൊക്കെ എന്താണ് ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസാണ്. നമ്മളെ മൊബൈൽ ഫോൺസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടല്ലോ. ആൻഡ്രോയിഡ്, പിന്നെന്താണ് iOS. ആപ്പിൾ ഫോൺസൊക്കെ ആണെങ്കിൽ, ഐഫോണൊക്കെ ആണെങ്കിൽ iOS ആയിരിക്കും അവരുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇതുപോലെ വൈഡ് റേഞ്ച് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡ്യൂട്ടി എന്താണ്, അവിടെ മെയിനായിട്ട് എന്താണ് അവിടെ പേർപ്പസ് എന്ന് പറയുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോമാണ്. അതായത് നമുക്ക് വേറെ സോഫ്റ്റ്വെയർസ് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മളുടെ ലാപ്ടോപ്പ് പ്ലേസ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ടേബിൾ വേണം ടേബിൾ ടോപ്പ് വേണം, അല്ലെങ്കിൽ നമുക്കൊരു സർഫസ് വേണം. എന്നാൽ മാത്രമേ നമുക്ക് എയറിൽ ലാപ്ടോപ്പിനെ വെക്കാൻ പറ്റത്തില്ലല്ലോ, ഒരു സർഫസ് വേണം. അതുപോലെ സോഫ്റ്റ്വെയറിൽ എന്താണ് വെർച്വലായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലാതെ നമുക്കൊരു ആപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ വെബ്സൈറ്റ്സോ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല, അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കണം. ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് ബാക്കി മൾട്ടിപ്പിൾ സോഫ്റ്റ്വെയർസിനെ നമുക്ക് ഒരുമിച്ച് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. കുറേ ആപ്ലിക്കേഷൻസൊക്കെ ഒരുമിച്ച് നമുക്ക് ഇൻസ്റ്റാളൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഇതുപോലെ ഒരു സ്റ്റോറേജ് സ്പേസ് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട്. സോ അതായിട്ടാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആക്ട് ചെയ്യുന്നത്. സോ എന്താണ് ഈ പറയുന്ന സോഫ്റ്റ്വെയർസ് ഒക്കെ ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് ഡിപ്പെൻഡബിൾ ആണ്. സോ എയ്ഡിങ് ആയിട്ടാണ്, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബാക്കിയുള്ള സോഫ്റ്റ്വെയർസ് പെർഫോം ചെയ്യാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഒരു ഹെൽപ്പിംഗ് സോഴ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഒരു ബ്രിഡ്ജായിട്ടും ആക്ട് ചെയ്യും. അതായത് ഒന്നിനെ ഒരു രണ്ട് ഡിവൈസ് തമ്മിൽ അവിടെ കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് വിചാരിക്കുക. ഇപ്പോൾ എൻ്റെ സിസ്റ്റം എനിക്കൊരു പ്രിൻ്ററുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ പ്രിൻ്ററുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ആ പ്രിൻ്ററിനെ എൻ്റെ സിസ്റ്റം റെക്കഗ്നൈസ് ചെയ്യണ്ടേ. സോ ആ ഒരു ഫെസിലിറ്റി അവിടെ ഹെൽപ്പ് ചെയ്യുന്നത് ഡിവൈസ് ഡ്രൈവേഴ്സാണ്. അതായത് എൻ്റെ പ്രിൻ്ററിൻ്റെ അതേ ഫെസിലിറ്റിയുള്ള ഡിവൈസ് ഡ്രൈവർ എൻ്റെ സിസ്റ്റത്തിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യണം. സോ ഡിവൈസ് ഡ്രൈവർ വിൽ ഇൻസ്ട്രക്ട് മൈ സിസ്റ്റം. അതായത് സറൗണ്ടിങ്ങിൽ ഈ ഒരു സ്പെക്കുള്ള ഒരു പ്രിൻ്റർ ഉണ്ട്. സോ യൂസർ ആ ഒരു പ്രിൻ്ററിലേക്കാണ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത്. അത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഔട്ട്പുട്ട് ആ ഒരു പ്രിൻ്ററിൽ വരാനാണ് യൂസർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ ആ ഒരു പ്രിൻ്ററുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നല്ല രീതിയിൽ. ഡിവൈസ് ഡ്രൈവർ ആരോട് പറയും, സിസ്റ്റത്തിനോട് പറയും. സോ സിസ്റ്റം അവിടെ എൻ്റെ പ്രിൻ്ററുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആര് വഴി? ഈ ഡിവൈസ് ഡ്രൈവേഴ്സ് വഴി. സോ ഡിവൈസ് ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത് അവിടെ ഒരു ബ്രിഡ്ജായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഡിവൈസ് ഡ്രൈവേഴ്സും നമുക്ക് പറയാം, ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആയിട്ട് പറയാം. ഇനി യൂട്ടിലിറ്റി പ്രോഗ്രാംസ്, അതായത് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ടാസ്ക് മാനേജർ, ഇപ്പം സിസ്റ്റമൊക്കെ ഹാൻഡിൽ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ടാസ്ക് മാനേജർ അതറിയായിരിക്കും. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ കുറേ ആപ്ലിക്കേഷൻസും കാര്യങ്ങളും ഉണ്ട് അല്ലേ. ഇപ്പം ഒരു ആപ്ലിക്കേഷൻ നമ്മൾ തുറന്ന്
ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മളത് മിനിമൈസ് ചെയ്ത് വേറെ ഒന്ന് എടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ വേറെ ഒന്നും കൂടി ഓപ്പൺ ചെയ്യുകയാണ്. സോ ബാക്ക്ഗ്രൗണ്ട് കുറേ ടാസ്കുകൾ നമ്മുടെ സിസ്റ്റത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ടാസ്കിനെയൊക്കെ നമുക്ക് ഇൻഡിവിജ്വലി മാനേജൊക്കെ ചെയ്യേണ്ടി വരുമെങ്കിൽ അവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഫെസിലിറ്റി വേണം. അതാണ് ടാസ്ക് മാനേജർ കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. സോ എന്തൊക്കെ ടാസ്ക് ഉണ്ട്, ഇപ്പോൾ ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും സിസ്റ്റം വർക്കിംഗ് ആണെങ്കിൽ, ആപ്ലിക്കേഷൻ വർക്കിംഗ് ആണെങ്കിൽ അതിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ തൽക്കാലം നമുക്കത് പോസ് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് ടാസ്ക് മാനേജർ യൂസ് ചെയ്തിട്ടാണ്. ടാസ്ക് മാനേജർ എന്ന് പറയുന്നതും ഒരു സോഫ്റ്റ്വെയർ ആണ്, അതായത് ഒരു ആപ്ലിക്കേഷനാണ്, അല്ല നമ്മുടെ സിസ്റ്റത്തിലുള്ള ഡീഫോൾട്ടായിട്ട് വരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. സോ ടാസ്ക് മാനേജർ യൂസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള സോഫ്റ്റ്വെയർസിനെ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അവിടെ അതെന്താണ് ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ. പിന്നെ ഈ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ, അതായത് ഇപ്പോൾ വേറെ സോഫ്റ്റ്വെയർസൊക്കെ നമുക്ക് ഇൻസ്റ്റാളൊക്കെ ചെയ്യണം അല്ലെങ്കിൽ യൂസൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് ഉള്ള സോഫ്റ്റ്വെയർസ് ആയിരിക്കും. ഡാറ്റ ഇൻറ്റഗ്രിറ്റി, അതായത് സെക്യൂർഡ് ആണെന്ന് ഉറപ്പ് പറയാത്ത സോഫ്റ്റ്വെയർസ് ആയിരിക്കണം. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ അവരുടെ ഡെവലപ്പേഴ്സ് തന്നെ അതിൽ ഓൾറെഡി കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വാർണിംഗ് പോലെ യൂസേഴ്സിന് കൊടുക്കും. അതായത് ഇത് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ ആൻറ്റിവൈറസ് എന്തെങ്കിലും സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ആയിരിക്കണം, കാരണം നിങ്ങൾ സെക്യൂർഡ് അല്ല ഇത് എന്നുള്ള ഒരു വാർണിംഗ് തരും. സോ ആ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളൊക്കെ ചെയ്ത് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർസ് ആവശ്യമായിരിക്കും. ആ പർട്ടിക്കുലർ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ തന്നെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നും ചിലപ്പം പറയുന്നുണ്ടാവും. സോ ആ ഒരു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നതും എന്താണ്, ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ, ഹെൽപ്പിംഗ് സോഫ്റ്റ്വെയർ ആണല്ലേ. അപ്പോൾ ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിക്കോട്ടെ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് ആയിക്കോട്ടെ, ഡിവൈസ് ഡ്രൈവേഴ്സ് ആയിക്കോട്ടെ, ഇവരൊക്കെ എന്താ ചെയ്യുന്നത്, വേറെ മൾട്ടിപ്പിൾ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാണ്, അല്ലെ വേറെ ഡിവൈസസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, രണ്ട് ഡിവൈസസ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന മൂന്നാമത്തെ ഒരു അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയാനുള്ളത്. പ്രൊവൈഡ്സ് ദ കോർ ഫങ്ഷൻസ് റിക്വയർഡ് ടു മാനേജ് ഹാർഡ്വെയർ ആൻഡ് റൺ ദ കമ്പ്യൂട്ടർ സിസ്റ്റം. ഇറ്റ് ആക്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഹാർഡ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓക്കെ, അതായത് ഒരു ഡിവൈസ് തമ്മിലോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ തമ്മിലോ ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആസ് എ ഹോൾ വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഹെൽപ്പിംഗ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ് നമ്മുടെ നോർമൽ നമ്മൾ കരുതുന്ന നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ് കരുതുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആപ്ലിക്കേഷൻസ്, വെബ്സൈറ്റ്സ്, ഇതൊക്കെ എന്താണ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, അതിൽ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിൽ തന്നെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്, പിന്നെ മൊബൈൽ ആപ്ലിക്കേഷൻസ്, പിന്നെ വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ്. വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ആണ് നമ്മുടെ വെബ് ബ്രൗസേഴ്സ് കാര്യങ്ങളൊക്കെ. വെബ് ബ്രൗസർ, അതായത് ഇപ്പോൾ ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ്, സഫാരി, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, എഡ്ജ്, ഇതൊക്കെ വെബ് ബ്രൗസേഴ്സാണ്. അതായത് വെബ്സൈറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് വെബ് ബ്രൗസേഴ്സ് ആവശ്യമാണ്. ഓക്കെ, പിന്നെ വരുന്നത് മൊബൈൽ ആപ്ലിക്കേഷൻസ്, അതായത് മൊബൈലിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ടാവുമല്ലോ, അതൊക്കെയാണ് മൊബൈൽ ആപ്ലിക്കേഷൻസ്. പിന്നെ വരുന്നത് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ്. ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പ് സിസ്റ്റം ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ ഡീഫോൾട്ടായിട്ട് വരുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ടാവുമല്ലോ, നമ്മൾ എക്സ്റ്റേണലി ഇൻസ്റ്റാളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി അതിൽ സിസ്റ്റത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ടാസ്ക് മാനേജറൊക്കെ പറഞ്ഞല്ലോ, ടാസ്ക് മാനേജർ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയിട്ട് കൺസിഡർ ചെയ്യാം, കാരണം ഓൾറെഡി അതിലുള്ളതാണ് ആ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോ അതുപോലെ ഇരിക്കുന്ന ഡെസ്ക്ടോപ്പിൽ നമുക്ക് ഫ്രീലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസ് ആണ് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ്. മൈക്രോസോഫ്റ്റ് ഓഫീസ്, ഗൂഗിൾ ഡോക്സ്, സൂം, നമ്മുടെ ഗൂഗിൾ മീറ്റ്, ഈ PDF, ഇതിപ്പോൾ തുറന്ന് വെച്ചിരിക്കുന്ന ഈ ഒരു PDF എന്ന് പറയുന്നത് അതൊരു സോഫ്റ്റ്വെയർ ആണ്. മീഡിയ പ്ലേയേഴ്സ് ആയിക്കോട്ടെ, ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ് സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു ഹെൽപ്പ് യൂസേഴ്സ് പെർഫോം സ്പെസിഫിക് ടാസ്ക് ഓർ സോൾവ് പെർട്ടിക്കുലർ പ്രോബ്ലംസ്. അതായത് യൂസറുമായിട്ട് ഡയറക്റ്റ്ലി ഇൻട്രാക്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഇതൊക്കെ. നേരെ മറിച്ച് നേരത്തെ ഉള്ള
സിസ്റ്റം സോഫ്റ്റ്വെയർസ് ഒന്നും ഡയറക്റ്റ്ലി ഇൻട്രാക്ട് ചെയ്യുന്നില്ല. യൂസേഴ്സിന് ടാഞ്ചിബിൾ അല്ല അതൊന്നും. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത് എന്താണ്, ഡയറക്റ്റ്ലി ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ഹാർഡ്വെയർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആപ്ലിക്കേഷൻസുമായിട്ട് ഡയറക്റ്റ്ലി ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നത് പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സോഫ്റ്റ്വെയർസ്, ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആയിക്കോട്ടെ, ഈ സോഫ്റ്റ്വെയർ ഒക്കെ ആരെങ്കിലും ഉണ്ടാക്കിയെടുത്തതായിരിക്കും അല്ലേ. സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എന്നൊക്കെ പറഞ്ഞു അല്ലേ, സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, പ്രോഗ്രാംസ്, ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു പ്രോഗ്രാമും കോഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കണം അല്ലേ, ഡെവലപ്പ് ചെയ്യണം, നമ്മൾ റൈറ്റ് ചെയ്യണം, അതിനെ ടെസ്റ്റ് ചെയ്യണം, ഡീബഗ് ചെയ്യണം, കോഡ് മെയിൻറ്റെയിൻ ചെയ്യണം, കോഡ് എക്സിക്യൂട്ട് ചെയ്യണം. എക്സിക്യൂട്ട് ചെയ്ത് ഒക്കെ വരുമ്പോഴാണ് നമുക്കൊരു പ്രോപ്പർ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു ടൂള് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതാ. സോ ഈ കോഡൊക്കെ റൈറ്റ് ചെയ്യാനും ഇതിനെയൊക്കെ ടെസ്റ്റ് ചെയ്യാനും ഡീബഗ് ചെയ്യാനും ഒക്കെ വേറൊരു ടൂൾ ആവശ്യമായിട്ട് വരും അല്ലേ, ഒരു എഡിറ്റർ ആവശ്യമായിട്ട് വരില്ലേ അല്ലേ. നമുക്ക് ടൈപ്പ് ചെയ്യാനൊക്കെ, ഈ കോഡൊക്കെ ടൈപ്പ് ചെയ്യാൻ, കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, കോഡൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂൾ ആവശ്യമായിട്ട് വരും. അതാണ് പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർസ്. ഓക്കെ, ഡെവലപ്പർ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് ഈ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. ഡെവലപ്പേഴ്സാണ് ഈ ഒരു സോഫ്റ്റ്വെയർസിനായിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡെവലപ്പേഴ്സും ടെസ്റ്റേഴ്സും ഒക്കെ, കാരണം അവർക്കാണ് കോഡ് റൈറ്റ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ ആവശ്യം. സോ അവരാണ് കൂടുതലായിട്ടും പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നത്. പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർസ് പലതരത്തിലുണ്ട്. ഇൻ്റർഗ്രേറ്റഡ്, അത് IDEs ആയിരിക്കാം. പിന്നെ നോർമൽ എഡിറ്റേഴ്സ് ഉണ്ടാവാം. ഇപ്പോൾ നമ്മുടെ നോട്ട് പാഡില്ലേ, നോർമൽ നോട്ട് പാഡ്, നമ്മുടെ സിസ്റ്റത്തിലെല്ലാം ഡീഫോൾട്ടായിട്ട് നോട്ട് പാഡ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ നോട്ട് പാഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയറാണ്. നമുക്കതിൽ കോഡൊക്കെ റൈറ്റ് ചെയ്യാനൊക്കെ പറ്റും. കണ്ടോ, ഇതിലിപ്പം ഒരു കോഡ് റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് നമ്മൾ എന്ത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടുള്ള കോഡ് നമുക്കിതിൽ റൈറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ഒരു ഡ്രോബാക്ക് എന്താണ്, ഇതിലിപ്പോൾ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കോഡിൽ വരുന്ന സിൻറ്റാക്സ് എറേഴ്സ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അക്കോർഡിംഗ് ടു നോട്ട് പാഡ് എന്താ, നമ്മൾ കോഡ് ടൈപ്പ് ചെയ്താലും അത് നോർമൽ ടെക്സ്റ്റാണ്. ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് മാത്രമേ നോട്ട് പാഡ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റൂ. ഓക്കെ, ബട്ട് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ കോഡ് ബിൽഡിംഗ്. ഒരു ഡെവലപ്മെൻറ്റിന് നോട്ട് പാഡ് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് HTML കോഡൊക്കെ നമുക്ക് നോട്ട് പാഡിലേക്ക് കൊടുത്തിട്ട് നമുക്കൊരു HTML ഫയലൊക്കെ ആയിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞ് ഈസിലി ആ ഒരു HTML ഫയലൊക്കെ നമുക്ക് ബിൽഡ് ചെയ്യാം, സ്ട്രക്ചറൊക്കെ എക്സിക്യൂട്ടൊക്കെ ചെയ്യാൻ പറ്റും. ബട്ട് എഡിറ്റേഴ്സ് പൊതുവേ നമുക്ക് എല്ലാ രീതിയിലും യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, ഒരു കോഡ് സ്ട്രക്ചർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു ടൂളായിട്ടല്ല എഡിറ്റേഴ്സ് ഇതുപോലെ നോട്ട് പാഡ്സ് ഒന്നും യൂസ് ചെയ്യുന്നത്. കാരണം എഡിറ്റ് ചെയ്താൽ മാത്രം, നമുക്ക് റൈറ്റ് ചെയ്താൽ മാത്രം പോരാ, എന്തും കൂടി വേണം. ആ ഒരു കോഡിനെ തെറ്റുകൾ തിരുത്തി അതിനെ മാനേജ് ചെയ്ത് അതിൽ എക്സിക്യൂഷനൊക്കെ ആ ടൂളിൽ തന്നെ നടത്താൻ പറ്റും. ഇപ്പോൾ എഡിറ്ററിൽ എനിക്ക് ഒരിക്കലും ഈ ഒരു എഡിറ്ററിൽ എന്തൊക്കെ സിൻറ്റാക്സ് എറർ വന്നിട്ടുണ്ട് എന്നൊന്നും മനസ്സിലാവില്ല. കൂടാതെ എനിക്ക് ഇതിലൊന്നും പ്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. ഈ കോഡ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ ടൂളിലില്ല. സോ അത് തന്നെയാണ് എഡിറ്റേഴ്സിൻ്റെ ഒരു മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. നമുക്ക് പ്രോപ്പർ ഒരു ഫെസിലിറ്റി അതിലില്ല. എല്ലാ തരത്തിലും നമുക്കുള്ളൊരു ഫെസിലിറ്റി ഇല്ല. റൈറ്റ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കോഡ് മാനേജ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഡീബങ്കിങ് അല്ലെങ്കിൽ എക്സിക്യൂഷൻ ഫെസിലിറ്റീസ് ഒന്നും തന്നെ എഡിറ്റേഴ്സിലൊന്നും ഉണ്ടാവില്ല. സോ അവിടെ അങ്ങനെ ഒരു ഡ്രോബാക്ക് പരിഹരിക്കാൻ വന്ന ഒരു സ്ട്രക്ചറാണ് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് അവിടെ തന്നെ നമ്മുടെ കോഡ് നമുക്ക് റൈറ്റ് ചെയ്യാം, നമുക്കതിൽ തന്നെ സിൻറ്റാക്സ് എറേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഡീബഗ് ചെയ്തെടുക്കാം, ടെസ്റ്റ് ചെയ്യാം, കോഡ് മാനേജ് ചെയ്യാം, എക്സിക്യൂട്ടൊക്കെ അതിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്ത് റിസൾട്ട് നമുക്ക് അതിൽ തന്നെ കാണാനും പറ്റും. അപ്പോൾ അതിലൊരു എല്ലാം കൂടിയുള്ള ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു എൻവിറോൺമെൻറ്റാണ് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവിറോൺമെൻറ്റ്, IDEs എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൽ നമുക്ക് പഠിക്കാനുണ്ട്, ഇതുപോലുള്ള ടൂൾസ് യൂസ് ചെയ്യാനുണ്ട്. ഓട്ടോമേഷൻ വരുന്നുണ്ട്, ഓട്ടോമേഷൻ ടെസ്റ്റിംഗ്. കാരണം സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് 2 കാറ്റഗറി ആയിട്ടാണ് പറഞ്ഞു പോകുന്നത്, മാനുവൽ ടെസ്റ്റിംഗ്, ഓട്ടോമേഷൻ ടെസ്റ്റിംഗ്. സോ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് വരുന്ന സമയത്ത് നമുക്ക് അവിടെ ടൂൾസ് യൂസ് ചെയ്യേണ്ടി വരും. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ടൂൾസ് എന്ന് പറയുന്നത് എക്ലിപ്സ്, IntelliJ ഒക്കെയാണ്.
നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ സെഷനിൽ യൂസ് ചെയ്യാൻ പോകുന്നത് എക്ലിപ്സ് ആണ്. പിന്നെ വേറൊരു കോഡ് എന്താണ്, എഡിറ്ററാണ്. എഡിറ്റർ ഒരു IDE ആണ് വിഷ്വൽ സ്റ്റുഡിയോ എന്ന് പറയുന്നത്. സോ ഇതൊക്കെ എന്താണ്, കോഡ് റൈറ്റ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും ഡീബഗ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർസ് ആണ്. പിന്നെ കമ്പൈലേഴ്സ് ആൻഡ് ഇൻ്റർപ്രിറ്റേഴ്സ് അല്ല, എന്താ കമ്പൈലേഴ്സ് ആൻഡ് ഇൻ്റർപ്രിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹ്യൂമൺ അണ്ടർസ്റ്റാൻഡബിൾ ഫോമാറ്റ് അല്ല ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്നൊക്കെ പറയുന്നത് അല്ലേ. അതായത് ഇപ്പോൾ പൈത്തൺ, ജാവ എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. ഫ്രണ്ട് എൻഡ് ലാംഗ്വേജ്, ബാക്ക് എൻഡ് എന്നൊക്കെ പറഞ്ഞ് കുറേ ലാംഗ്വേജസ് ഉണ്ട്. സോ ഇതൊക്കെ എന്താണ്, കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന രീതിയിൽ സ്ട്രക്ചർ ചെയ്ത ലാംഗ്വേജസാണ് അല്ലേ. അപ്പോൾ എന്താണ്, എന്നാൽ പോലും കമ്പ്യൂട്ടേഴ്സിന്, കാരണം എന്താണ്, കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ലാംഗ്വേജ് എന്ത് മാത്രമാണ്, ബൈനറി ലാംഗ്വേജ് ആണ്. 01 ആ ഒരു ലാംഗ്വേജ് മാത്രമാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്നത്. ഓക്കെ, നമ്മൾ പക്ഷേ എന്താണ് ഒരു ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്യും, ആ ഒരു ലാംഗ്വേജ് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന രീതിയിലേക്ക് മാറ്റണം. സോ നമ്മുടെ നോർമൽ നാച്ചുറൽ ലാംഗ്വേജ് ഒരിക്കലും ഒരു ഫോമാറ്റിലേക്ക് മാറ്റാൻ പറ്റില്ല. സോ ഫോമാറ്റിലേക്ക് കമ്പൈൽ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഒരു ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്തതാണ് എന്ത്, പൈത്തൺ, ജാവ അതുപോലുള്ളതൊക്കെ. അപ്പോൾ ആ ഒരു ലാംഗ്വേജിൽ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ കോഡ് ക്രിയേറ്റ് ചെയ്യും, എന്നാൽ പോലും കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന രീതിയിൽ കമ്പൈൽ ചെയ്യണം. ഓക്കെ, അപ്പം എന്താണ് കമ്പൈൽ ചെയ്യാൻ വേണ്ടി, കമ്പൈൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ കൺവേർട്ട് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. ഒരു ഇൻ്റർപ്രിറ്റർ പോലെ മനസ്സിലാക്കി, ട്രാൻസ്ലേറ്റർ പോലെ ആക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു കൺവേർഷൻ നടത്തി എന്താണ് അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യണം, കമ്പൈലേഴ്സ്, ഇൻ്റർപ്രിറ്റേഴ്സ് ഒക്കെ. അപ്പോൾ അതും എന്താണ്, ഒരു പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, പിന്നെ ഡീബഗേഴ്സ്, എന്തെങ്കിലും ഇപ്പോൾ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ നേരത്തെ നോട്ട് പാഡിൽ കാണിച്ചു തന്നു, സിൻറ്റാക്സ് എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ നോട്ട് പാഡിലൊന്നും മനസ്സിലാവില്ല അല്ലേ. അവിടെ ഓരോ നമ്മൾ കോഡ് എന്ത് കൊടുത്താലും അവിടെ അത് നോർമൽ ടെക്സ്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, നേരെ മറിച്ച് ഞാനൊരു IDEയിലാണ് ഞാനൊരു തെറ്റായിട്ടൊരു പ്രോഗ്രാം കൊടുക്കുന്നതെങ്കിൽ അവിടെ തെറ്റാണെന്നുള്ള കാര്യം, സിൻറ്റാക്സിൽ വന്ന മിസ്റ്റേക്ക് കറക്റ്റ്ലി അവിടെ പ്രോംപ്റ്റ് ചെയ്യും. സോ അതെന്തുകൊണ്ടാണ്, ആ ഒരു എഡിറ്ററിൽ അല്ലെങ്കിൽ ആ ഒരു എൻവിറോൺമെൻറ്റിൽ ഡീബഗേഴ്സ് ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഓൾറെഡി സിൻറ്റാക്സിൽ ഇതൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ഓൾറെഡി പ്രീഡിഫൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ എന്തേലും അതിന് വിപരീതമായിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് അവിടെ അത് വാർണിംഗ് തരും, ഇത് എററാണെന്ന് പറഞ്ഞിട്ട്. സോ അതാണ് ഡീബഗേഴ്സിൻ്റെ ജോലി എന്ന് പറയുന്നത്. സോ ഡീബഗേഴ്സ് ഓൾസോ ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ. പിന്നെ വേർഷൻ കൺട്രോൾ സിസ്റ്റം, അതായത് ഈ കോഡൊക്കെ നമുക്ക് മാനേജ് ചെയ്യണം അല്ലേ. കുറേ കോഡുകൾ റൈറ്റ് ചെയ്യുന്നുണ്ടാവും, ഇതൊക്കെ സ്റ്റോർ ചെയ്ത് പിന്നീട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്ന സമയത്ത് ഈ കോഡിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു റെപ്പോസിറ്ററി ആയിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്ട്രക്ചേഴ്സ് വേണം. സോ അതാണ് വേർഷൻ കൺട്രോൾ സിസ്റ്റംസ് ആക്ട് ചെയ്യുന്നത്. ജിറ്റബ് ഒക്കെ അതിനൊരു എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ആ വേർഷൻ കൺട്രോൾ സിസ്റ്റംസ് ഇതൊക്കെ എന്താണ്, പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർസ്. ഓക്കെ, അപ്പോൾ അത്രയാണ് സോഫ്റ്റ്വെയർസ് പറയുന്നത്. എന്താണ് സോഫ്റ്റ്വെയർസ്, ഏതൊക്കെ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സോഫ്റ്റ്വെയർസിൻ്റെ ഒരു ഡിഫറൻസ് പറയുന്നുണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ. പ്രൈമറി പേർപ്പസ് മാനേജസ് ഹാർഡ്വെയർ ആൻഡ് സിസ്റ്റം റിസോഴ്സസ്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ യൂസറിൻ്റെ എന്താണ് യൂസർ ഡിമാൻഡ് ചെയ്യുന്നത് അവരുമായിട്ട് ഡയറക്റ്റ്ലി ഇൻട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. സോ യൂസറിൻ്റെ ടാസ്കൊക്കെ പെർഫോം ചെയ്യുന്നത് ആരാണ്, ആപ്ലിക്കേഷൻ. അവർ ഡയറക്റ്റ്ലി ഇൻട്രാക്ട് ചെയ്തിട്ട് അതിൻ്റെ ടാസ്കൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആയിരിക്കും. ഈ പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർസ് എന്ന് പറഞ്ഞാൽ ഹെൽപ്സ് ഡെവലപ്പേഴ്സ് റൈറ്റ് ആൻഡ് ഡീബഗ് സോഫ്റ്റ്വെയർ. ഡെവലപ്പേഴ്സുമായിട്ട് ഡെവലപ്പർ പെർസ്പെക്റ്റീവിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ആണ് എന്ത്, പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർസ്. പിന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർ മിനിമൽ ഓപ്പറേറ്റ്സ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് അല്ലേ. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പം ഡയറക്റ്റ്ലി ഇൻട്രാക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും അവരുടെ ആക്ടിവിറ്റി. ഇപ്പോൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് കാണാൻ പറ്റുന്നൊന്നുമില്ല അല്ലേ, എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളതൊന്നും കാണുന്നില്ല. ഇറ്റ്സ് വർക്കിംഗ് ബാക്ക്ഗ്രൗണ്ട് അല്ലേ. അത് മറ്റുള്ള സോഫ്റ്റ്വെയർസിനെ ഹെൽപ്പ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, അതിനൊരു ഫ്രണ്ട് എൻഡ് ഡിസൈൻ ഉണ്ടെന്നേ ഉള്ളൂ, എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാണാൻ പറ്റത്തില്ല.
പിന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത് അത് കാണാൻ പറ്റും, കാരണം ഡയറക്റ്റ്ലി യൂസേഴ്സുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നത് അവരാണ്. കാണാനും നമുക്ക് ആക്ഷൻസ് പെർഫോം ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഡെവലപ്പേഴ്സ്, അത് ഡെവലപ്പേഴ്സിന് എന്താണ് കാണാനും യൂസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളത് പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. പിന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് വേറെ ഒന്നും ആവശ്യമില്ല, വേറെ സോഫ്റ്റ്വെയർസ് ഒന്നും ആവശ്യമില്ല, ഇറ്റ്സ് റണ്ണിങ് ഇൻഡിപെൻഡൻ്റ്ലി അല്ലേ. നേരെ മറിച്ച് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിന് എന്താണ് വേറെ ആവശ്യമുണ്ട് അല്ലേ. അത് വർക്ക് ചെയ്യണമെങ്കിൽ വേറെ സോഫ്റ്റ്വെയർസ് ആവശ്യമുണ്ട്. അത് ബിൽഡ് ചെയ്യണമെങ്കിൽ പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർസ് ആവശ്യമുണ്ട്. അത് റൺ ചെയ്യണമെങ്കിൽ സിസ്റ്റം സോഫ്റ്റ്വെയർസ് ആവശ്യമുണ്ട്. ഓക്കെ, ഇനി പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർസിന് എന്താണ്, അതിനും എന്താ വേറെ സോഫ്റ്റ്വെയർസ്, അത് ഇപ്പോൾ പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർസ് ഇപ്പം എഡിറ്റർ പറഞ്ഞു അല്ലേ. ഇപ്പോൾ വേറെ ഏതെങ്കിലും എഡിറ്ററിന് ഡീബഗ് ചെയ്യാൻ വേണ്ടി വേറെ സോഫ്റ്റ്വെയർസ് വേണമെങ്കിൽ ആ സോഫ്റ്റ്വെയർസും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, പിന്നെ കൂടാതെ പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർസ് എന്ത് ചെയ്യുന്നു, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിനെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. സോ അതിന് സോഫ്റ്റ്വെയർസ് നീഡഡും ആണ്, അത് വേറൊരാൾക്ക് എന്താണ് ഹെൽപ്പും കൊടുക്കുന്നുണ്ട്. ഡിപ്പെൻഡും ആണ്, മറ്റുള്ള സോഫ്റ്റ്വെയർസ് ഇതിനെ ഡിപ്പെൻഡും ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. സിസ്റ്റം സോഫ്റ്റ്വെയർസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡിവൈസ് ഡ്രൈവേഴ്സ്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ്, വേർഡ് പ്രോസസ്സർ, വെബ് ബ്രൗസേഴ്സ്, ഗെയിം സോഫ്റ്റ്വെയർസ്, ഇതൊക്കെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസിൽ പറയാനുള്ളത്. പിന്നെ പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർസ്, അതിൽ കമ്പൈലേഴ്സ്, IDEs, വേർഷൻ കൺട്രോൾ ടൂൾസ്, ഇതൊക്കെയാണ്. ഓക്കെ, പിന്നെ ഉള്ളത് പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഇപ്പം സോഫ്റ്റ്വെയർ എന്താന്ന് പറഞ്ഞു, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്താന്ന് പറഞ്ഞു. അപ്പം സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്തിനാണ്, ഇപ്പം ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തു, ആ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് അത് യൂസറിൽ എത്തിച്ചുകൂടെ. നമുക്ക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നൊരു ഫേസ് അവിടെ അത്യാവശ്യമാണോ, ശരിക്കും ഇമ്പോർട്ടൻ്റ് ആണോ? വൈ, വാട്ട് ഈസ് ഇറ്റ്സ് നീഡ്, അതാണ് പിന്നെ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഡെവലപ്പിംഗ് സമയത്ത് എന്തേലും, ഇപ്പം ഡെവലപ്പിംഗ് ചെയ്തോ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ഇടയിലോ ചെയ്ത് കഴിഞ്ഞിട്ടോ ആയിട്ട് എന്തെങ്കിലും ഒരു ഫെയിലർ വരികയാണ്, ഒരു മിസ്റ്റേക്ക് വരുന്ന സമയത്ത് അത് എപ്പം മാത്രമാണ് നമുക്കത് മനസ്സിലാകുന്ന ആ ഒരു ഫെയിലർ വന്നിട്ടുള്ളത്, യൂസ് ചെയ്ത് നോക്കുന്ന സമയത്ത് അല്ല, യൂസർ അത് യൂസ് ചെയ്ത് നോക്കുന്ന സമയത്താണ്. അപ്പോൾ യൂസർ യൂസ് ചെയ്യുന്നതിന് മുന്നേ വേറൊരാൾക്കാർ അത് യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ്, അതായത് എന്താണ് യൂസറുടെ പേഴ്സ്പെക്റ്റീവിൽ യൂസറിന് പകരമായിട്ട് അവർ വേറെ വ്യക്തിയോ വേറെ ഒരു ഇൻഡിവിജ്വൽ അത് യൂസ് ചെയ്ത് നോക്കുകയാണ്, എന്നിട്ട് അതിലുള്ള പോരായ്മകളൊക്കെ കണ്ടെത്തുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനാരിയോ ആണോ എഫക്റ്റീവ്, അല്ലെങ്കിൽ ഒന്നും ഇടയിൽ ആരും ആക്ട് ചെയ്യുന്നില്ല, നേരിട്ട് ആ ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ട് കസ്റ്റമർക്ക് കൊടുക്കുകയാണ് വിത്ത് ഇതുപോലുള്ള ഡിഫക്ട്സ്, ഇതുപോലുള്ള എറേഴ്സിനൊക്കെ വെച്ചുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഏതായിരിക്കും എഫക്റ്റീവ്? മുന്നേ ഒരു വ്യക്തി അത് അതിലുള്ള തെറ്റുകളൊക്കെ കണ്ടെത്തി അത് കൊടുക്കുന്നതോ, അല്ലെങ്കിൽ ഒരു കസ്റ്റമറിൽ നേരിട്ടെത്തി കസ്റ്റമർ ആ തെറ്റുകൾ കണ്ടെത്തുന്നതാണോ? മുന്നേ ആരെങ്കിലും അത് ടെസ്റ്റ് ചെയ്തിട്ട് അതിലുള്ള തെറ്റുകൾ കണ്ടെത്തുന്നതല്ലേ. സോ അപ്പോൾ അതിൽ ആ ഒരു ഡിഫക്റ്റ് കണ്ടെത്തുന്ന ആ ഒരു ഫേസിനെയാണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. എക്സ്പെക്റ്റേഷനുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യും, ആ ഒരു കമ്പാരിസണിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഡിഫക്ട്സൊക്കെ കണ്ടെത്താൻ പറ്റുന്നത്. സോ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അവിടെയാണ്, ആ ഒരു സെൻസിലാണ് ക്രൂഷ്യലാകുന്നത്. എന്തെങ്കിലും മിഷൻ ഫെയിലറോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എൻഡ് യൂസർ ഇത് കണ്ടെത്തുന്നതിന് മുന്നേ നമുക്കത് കണ്ടെത്തണം. സോ എന്ത് ചെയ്യണം, എൻഡ് യൂസറിലേക്ക് എത്തുന്നതിന് മുന്നേ ടെസ്റ്റിംഗ് നടന്നിരിക്കണം ആ ഒരു പ്രോഡക്റ്റിൽ. ഓക്കെ, ഈവൻ ദോ ഇപ്പോൾ ഡെവലപ്പേഴ്സ് തന്നെ അവരുടെ പ്രോഡക്റ്റ്, അവർ നിർമ്മിക്കുന്ന പ്രോഡക്റ്റ് ടെസ്റ്റ് ചെയ്താൽ പോലും നമുക്ക് നമ്മുടെ തെറ്റ് നമുക്ക് തന്നെ കണ്ടെത്താൻ ഒരു പരിധി ഉണ്ടാവും അല്ലേ. അതുപോലെ തന്നെയാണ് ഡെവലപ്പേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളിൽ കുറ്റം കണ്ടെത്താൻ അവർക്ക് തന്നെ സ്വന്തം ആക്ടിവിറ്റിയിൽ കുറ്റം കണ്ടെത്താൻ ഒരു പരിധി ഉണ്ടാവും. സോ അത് വേറൊരാളും കൂടി അത് ഇൻസ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോഡക്റ്റ് നോക്കി കാണുന്ന സമയത്താണ് അതിൽ എക്സ്റ്റേണലി എന്തെങ്കിലും
തെറ്റുകളുണ്ടോ എന്നൊക്കെ മനസ്സിലാകുന്നത്. കാരണം അവർ വേറൊരാൾ നോക്കുന്ന സമയത്ത് അത് വേറൊരു പേഴ്സ്പെക്റ്റീവിലായിരിക്കും, ഡെവലപ്പർ പേഴ്സ്പെക്റ്റീവിലായിരിക്കില്ല നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു എന്താണ് ഫൈനൽ എക്സ്പെക്റ്റേഷൻസ് മീറ്റ് ചെയ്തോ ഇല്ലയോ എന്നാണ് അവിടെ ടെസ്റ്റിങ്ങിൽ നോക്കുന്നത്. ഇനി അഥവാ ഈ എക്സ്പെക്റ്റേഷൻസ് ഒന്നും മീറ്റ് ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമുക്ക് ഒരു കാലത്തും ഒരു ക്വാളിറ്റി പ്രോഡക്റ്റാണ് നമ്മൾ ഡെലിവർ ചെയ്തിട്ടുള്ളതെന്ന് അവകാശപ്പെടാൻ പറ്റില്ല, അല്ലേ? നമ്മൾ ഡെലിവർ ചെയ്യാൻ ശ്രമിക്കുന്നത് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്. ക്വാളിറ്റി പ്രോഡക്റ്റ് എപ്പോഴാണ് ക്വാളിറ്റി അച്ചീവ് ചെയ്യുന്നത്? കൊടുക്കുന്നത് ഇപ്പോൾ എൻഡ് യൂസറിൻ്റെ റിക്വയർമെൻറ്റ്സോ അല്ലെ അവരുടെ ആവശ്യങ്ങളോ നിറവേറ്റുന്ന സമയത്താണ് അതൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആകുന്നത്. ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് എന്താണ് യൂസർ ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അവിടെ എന്താണ് നമുക്കൊരിക്കലും ഒരു ക്വാളിറ്റി അച്ചീവ് ചെയ്തു അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് അത്രയും ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. സോ ക്വാളിറ്റി അറ്റൈൻ ചെയ്യാനും ക്വാളിറ്റിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ഓർഗനൈസേഷൻ ആസ് എ ഹോൾ അല്ലെ പ്രോഡക്റ്റിൻ്റെ ഗ്രോത്തിനും ഒക്കെ എന്താണ് ടെസ്റ്റിംഗ് ആവശ്യമാണ്. ഓക്കെ, പിന്നെ എന്താണ് കസ്റ്റമറായിട്ട് ആ ഒരു ഇനി അഥവാ നമ്മളൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് പ്രൊവൈഡ് ചെയ്തു, കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയി, ഇനി അങ്ങോട്ടേക്കുള്ള ജേർണിയിലും കസ്റ്റമർ നമ്മളെ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, റിലൈ ചെയ്യുന്നത്, അല്ല അവരുടെ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ആ ഒരു കോൺഫിഡൻസ് ഗെയിൻ ചെയ്യുന്നതിനും എന്താണ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് നീഡഡ് ആണ്. പിന്നെ സ്റ്റേ ഇൻ ബിസിനസ്, നമ്മളൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ നമ്മൾ മെയിനായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതും പിന്നെ ഗ്രോത്ത് നമ്മൾ ബിസിനസ്സിൽ സ്റ്റേ ചെയ്യുന്നതുമാണ് അവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ ഇത് മൂന്നും നമുക്ക് നമ്മൾ പ്രോഫിറ്റബിളും ആകണം, നമുക്കൊരു റെപ്യൂട്ടേഷൻ ബിൽഡ് ചെയ്തെടുക്കുവാൻ വേണം, കൂടാതെ ആ റെപ്യൂട്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും പറ്റണം, അല്ലേ? അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ബിസിനസ്സിൽ സ്റ്റേ ചെയ്ത് നിൽക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കോമ്പറ്റീഷനിൽ നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കോമ്പറ്റീഷൻ നമ്മൾ സ്റ്റേ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ടെസ്റ്റിംഗ് നെസസറിയാണ്. ഓക്കെ, ഇനിയിപ്പം എന്താണ് ഭാവിയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ പോലും, ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഫെയിലേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റുകൾ ഉണ്ടായാൽ പോലും അതിനെയും നമുക്ക് പരിഹരിക്കണം, അല്ല? അപ്പോൾ അതിനും എന്താണ് ടെസ്റ്റിംഗ് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പം അത്രയാണ് ഇന്നത്തെ ഒരു സെഷനിൽ കവർ ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി നെക്സ്റ്റ് സെക്ഷനിലേക്കായിട്ട് ചെയ്യാം. ഇനി അടുത്ത സെഷൻ മുതൽ നമുക്കൊരു പ്രാക്ടിക്കലും കൂടി പോകാം, അസൈൻമെൻറ്റ്സൊക്കെ ആയിട്ട് ചെയ്തു പോകാം. ഈ ഒരു സെഷൻ നമുക്ക് ഒരു ഇൻട്രൊഡക്ടറി സെക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ബാക്കിയുള്ള സെഷൻസിലേക്ക് നമുക്ക് കൂടുതലായിട്ട് ആക്ടിവിറ്റിയും കൂടി ചെയ്തുകൊണ്ട് പോകാം. ഓക്കെ, താങ്ക് യു.